ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സഹോദരിമാരില്ല, സഹോദരങ്ങളെ, ഒരു പാട്ടിൻ്റെ ഒരു ടെമ്പോയിൽ നിന്ന് മാറി ഒരു ക്ലാസിൻ്റെ ഒരു ടെമ്പോയിലേക്കുള്ള ഒരു പകർച്ചയാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു മഹത് സമ്മേളനത്തിലേക്ക് വരാനും നിങ്ങളോട് അല്പസമയം സംസാരിക്കാനും ഒക്കെ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവസരം ഉണ്ടായതിന് ദൈവനാമത്തെ പ്രത്യേകമായി മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും പ്രിയപ്പെട്ട സാറിനോടും ഉള്ള സ്നേഹവും ബഹുമാനവും സന്തോഷവും വളരെ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന ആളുകളാണ് ദേവാലയത്തിലെ മദ്ബഹ ശുശ്രൂഷകർ. കാരണം മദ്ബഹ ശുശ്രൂഷകർ ആരാധന അണയ്ക്കുന്ന വൈദികനോട് കൂടെ ചേരുമ്പോൾ മാത്രമാണ് ആരാധന മനോഹരമാകുന്നത്, സ്വർഗീയ അനുഭവമായി മാറുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ ആഘോഷിക്കുന്ന വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാൻ, അവൻ്റെ ശരീരക്തങ്ങളിലെ ഏറ്റവും അടുത്ത പങ്കാളികളാകുവാൻ, വിശുദ്ധ ശരീരക്തങ്ങൾ മദ്ബഹായിൽ നിന്ന് തന്നെ സ്വീകരിക്കുവാൻ ഒക്കെ ലഭിക്കുന്ന അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തെ നമുക്ക് അതിയായി മഹത്വപ്പെടുത്താം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ക്യാമ്പിൻ്റെ പ്രധാന ചിന്താവിഷയത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 11-12 വാക്യങ്ങളാണല്ലോ നമ്മളുടെ പ്രധാന ചിന്താവിഷയം. ഈ ചിന്താവിഷയത്തെക്കുറിച്ച് ഇന്നലെ അഭിമന്യ തിരുമേനി ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനിയും ക്ലാസ്സുകൾ വരാനായിട്ട് ഇരിക്കുന്നേയുള്ളൂ. എന്തായാലും ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്നാണ്. അപ്പോൾ നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്നുള്ളതാണ് പ്രധാന ചിന്താവിഷയമായി നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ ലേഖനങ്ങൾ എഴുതിയതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചാൽ ഏതെല്ലാം ലേഖനങ്ങളാണ് അപ്പോസ്തലൻ എഴുതിയത് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ലേഖനങ്ങളും തന്നെ വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ വായിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായി അത് പഠിക്കേണ്ട ആവശ്യമില്ല. ശരിയായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു ശുശ്രൂഷകൻ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളെ കൃത്യമായിട്ട് ഓർത്തിരിക്കുകയും അറിയുകയും ചെയ്യും എന്നതാണ് വാസ്തവം. എനിക്ക് ഈ ലേഖനഭാഗം വായിച്ച അവസരത്തിൽ എനിക്ക് തോന്നിയതായ ഒരു കാര്യം, എത്ര പേര് ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ലേഖനമോ രണ്ടാമത്തെ ലേഖനമോ വിശുദ്ധ ആരാധനയിൽ ഞാൻ ഇന്ന് വായിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഒന്ന് വായിച്ചിട്ട് വരുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരെ അത് കാണുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത.
കാരണം അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. വായിക്കുന്നതിൽ ഒത്തിരി പിശകുകളുണ്ടാകും. അതെവിടെയെങ്കിലും ഒരു വള്ളി ഒരു പുള്ളി അങ്ങോട്ടും കിടക്കും മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിന് വ്യാപകമായ മാറ്റം വരികയും വായനയുടെ താല്പര്യം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ആരാധനയിൽ വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി വായിക്കാനും അത് തെറ്റുകൂടാതെ വായിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പാക്കാനും അങ്ങനെ തെറ്റുകൂടാതെ അത് വിശുദ്ധ ആരാധനയിൽ വായിക്കാനും സാധിക്കുമ്പോഴാണ് ആരാധന സമ്പൂർണ്ണമാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരാധനയുടെ ഭാഗമാണെങ്കിലും ഇത് പ്രഘോഷണമാണ്. എന്താണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം? പ്രഘോഷണം എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. എന്താണ് പ്രഘോഷണം? സുവിശേഷത്തെ പ്രഘോഷിക്കുകയാണ്. സുവിശേഷത്തെ പ്രഘോഷിക്കുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നിന്നും അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്നും വായിക്കുന്നത് സഭയെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് കേട്ട് ബലപ്പെടുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ബലപ്പെടുന്നത്? വിശ്വാസത്തിൽ ബലപ്പെടുന്നതിന് വേണ്ടിയാണ് വായിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇതൊരു ചടങ്ങായിട്ട് വായിക്കുന്നതല്ല. ഇത് ഓരോരുത്തരും കേൾക്കാനും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകാനും മനസ്സിലാകുന്നത് വഴി അവർ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിത് വായിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇതിങ്ങനെ കുർബാനയിൽ ഇത് വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ആരും വായിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇനി ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതിനു മുമ്പ് വായിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അത് വായിച്ചിരിക്കണം. തെറ്റുകൂടാതെ അത് വായിക്കാനായിട്ട് പരിശീലിച്ചിരിക്കണം. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം ഏത് ഗണത്തിലാണ് പെടുന്നതെന്നറിയാമോ? പലതരത്തിലുള്ള ലേഖനങ്ങൾ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. സഭകൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട്, സഭാ ശുശ്രൂഷകർക്ക് എഴുതിയ ലേഖനങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഈ ലേഖനങ്ങളെ തികച്ചും വ്യക്തിപരമായിട്ട് എഴുതിയ ലേഖനങ്ങളുമുണ്ട്. ഇതിലേത് വിഭാഗത്തിലാണ് ഈ ലേഖനം വരുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇന്നലെ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് വരുന്നത് അജപാലകർക്കുള്ള അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകർക്കുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ലേഖനമാണ്. ഏത് ലേഖനം? തിമോത്തിയോസിന് എഴുതിയ ലേഖനം. തിമോത്തിയോസിന് എത്ര ലേഖനങ്ങളാണ് അപ്പോസ്തലൻ എഴുതുന്നത്? 2 ലേഖനങ്ങളാണ് എഴുതുന്നത്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്. ഇത് ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷം എന്നാൽ തിമോത്തിയോസിൻ്റെ ലേഖനം ഒന്ന് വായിച്ചേക്കാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇവിടെ? കൈവക്കിക്കണം. എനിക്ക് തോന്നണേ ആരും വായിച്ചു കാണില്ല. അതെ, വായിച്ചാണോ? വെരി ഗുഡ്. ഒരാൾ വായിച്ചിട്ടുണ്ടോ? അവിടെ നിലത്താണ് ഇരിക്കണേ. എന്നാൽ ഇത് എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി കളയാം എന്ന് വിചാരിച്ച് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതുന്ന, അല്ലെങ്കിൽ ഇപ്പം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ നാക്ക് ചിലപ്പോൾ ഉളുക്കും. അന്നേരം വേറെ വാക്കൊക്കെയാണ് വരുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോഴും ചിലർ കൃത്യമായിട്ട് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. വേദപുസ്തകം എന്തിനാണ്? അത് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ്. മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ആളുകൾ ഇത് വായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് വായിക്കുന്നത്? വേദപുസ്തകം കൃത്യമായിട്ട് ഇത് ഒരു തീം നേരത്തെ കിട്ടിയതാണ്. ഈ കിട്ടിയപ്പോൾ എന്താണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചറിയാനുള്ള ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും ഇത് വായിച്ചില്ല. ഇനി വീട്ടിൽ പോയി ഇതൊരു അസൈൻമെൻ്റായിട്ട് എടുക്കുക. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് ഈ 1 തിമോത്തിയോസ് എങ്കിലും മിനിമം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. വായിക്കുമോ? പുറകെ ഇരിക്കുന്ന ആൾക്കാർക്കൊരു ഉന്മേഷമില്ല. എല്ലാവരും കുനിഞ്ഞായിരിക്കണേ. തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമോ? യെസ്, വായിക്കും. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. തിമോത്തിയോസിൻ്റെ ലേഖനം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അത് അജപാലകർക്കുള്ള ഒരു ലേഖനമാണ്. തിമോത്തിയോസ് പൗലോസ്ലീഹായുടെ കൂട്ടുവേലക്കാരനായിരുന്നു. തിമോത്തിയോസിനെ വിളിക്കുന്നത് കോ വർക്കർ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ കൂട്ടുവേലക്കാരൻ എന്നാണ്.
മറ്റു പല സ്ഥലങ്ങളിലും തിമോത്തിയോസിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു ആളും കൂടെയുണ്ട്. അതാരാണ്? തീത്തോസ്. തീത്തോസിൻ്റെ ലേഖനവും നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ ലേഖനങ്ങളെ പൊതുവായിട്ട് പറയുന്നത് അജപാലകർക്കുള്ള ലേഖനം എന്നാണ്. അജപാലകർ എന്ന് പറഞ്ഞാൽ ആരാണ്? സഭാശുശ്രൂഷകർ. സഭാശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ മെത്രാച്ചന്മാർ, അച്ഛന്മാർ, ഷമ്മാശന്മാർ അല്ലേ? ഇപ്പോൾ അതാണ് അജപാലകർ എന്നതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഉദ്ദേശിച്ചിരുന്നത്. ബിഷപ്പ്, പ്രസ്ബിറ്റർ, അല്ലെങ്കിൽ മൂപ്പൻ, അല്ലെങ്കിൽ ഷമ്മാശൻ, ഡീക്കൻ, ഇതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഗണത്തിലാണ് പെടുന്നത്? പണ്ട് കാലങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഷമ്മാശനെ കൂടാതെ വേറെ ആളുകൾ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ അന്വേഷിച്ചു. പണ്ടിങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കുപ്പായമിട്ട് പണ്ട് എല്ലാവരും ഷമ്മാശന്മാരായിരുന്നു. എല്ലാവരും ഊറാറയെ കെട്ടി തൊപ്പിയില്ലാത്ത ഷമ്മാശന്മാരുമുണ്ട്. സമറോനോ എന്ന് പറയുന്ന ഷമ്മാശന്മാരുണ്ട്. എല്ലാവരും ഷമ്മാശന്മാരാണ്. ആദിമസഭയിലെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഷമ്മാശന്മാരായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ സഭ ഇന്ന് അതിന് ഒത്തിരി പരിമിതികളുണ്ട്. ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരു പരിധി വരെ പരിഗണിക്കുന്നത് ഷമ്മാശന്മാരായിട്ട് തന്നെയാണ്, സഭാശുശ്രൂഷകരായിട്ട് തന്നെയാണ്. അപ്പോൾ കൈവെപ്പ് തന്ന് മദ്ബഹായിൽ പ്രവേശിക്കുന്നതുമെല്ലാം ആ ഒരു ഷമ്മാശൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു പരിമിതമായ ജ്ഞാനത്തിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വേദഭാഗം തിരഞ്ഞെടുത്തത്. ഇത് നിങ്ങളോടും കൂടെ സംസാരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്ത ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ അജപാലകർ എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. മനസ്സിലായില്ലേ? ഒരു വൈദികൻ ഒരിടവകയിൽ എന്തെല്ലാം ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ടോ അതേ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് ആ വൈദികനെ സഹായിക്കുകയും സഹായിക്കാത്ത സാഹചര്യമില്ല, അങ്ങനെ സഹായിക്കേണ്ട സാഹചര്യത്തിലും ഇൻഡിവിജ്വലായിട്ടും ശുശ്രൂഷകൾ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് മഹത്തായ ഒരു പദവിയാണ് സഭ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അജപാലകർക്ക് നൽകുന്നതായ ഉപദേശങ്ങളാണ്, പാഠങ്ങളാണ്, പഠിപ്പിക്കലുകളാണ് പ്രധാനമായിട്ടും ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ആദിമസഭയിൽ 2 പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ആദിമസഭയിൽ 3 തരം മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഒന്ന് ബിഷപ്പ്, പ്രസ്ബിറ്റർ, ഡീക്കൻ. എന്നാൽ ചില ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടയർ മിനിസ്ട്രി മാത്രമേ ഉള്ളൂ. അവിടെ ബിഷപ്പ് പിന്നെ ഡീക്കൻ, ഇടയ്ക്കുള്ളത് കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ എഴുതുന്നതിലുള്ള പ്രധാന താല്പര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. ഒന്ന്, ഇത് എഴുതുന്നത് ഒരു ഗ്രേക്കോ റോമൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കും. നമ്മളുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും 11-12 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിലുമൊക്കെ ഇത് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സൺഡേ സ്കൂളിൽ ഒന്നുമില്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഗ്രീക്കുകാരും
റോമാക്കാരും അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലേഖനങ്ങളെല്ലാം തന്നെ രചിക്കപ്പെടുന്നത്. ക്രിസ്തീയ വിശ്വാസം അത് ആരംഭിക്കുന്നതും അത് വളരുന്നതും അത് പുഷ്ടി പ്രാപിക്കുന്നതുമെല്ലാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അന്നത്തെ ഒരു ക്രിസ്തീയ സഭയ്ക്കോ അല്ലെങ്കിൽ ആ സമൂഹത്തിനോ നിലനിൽപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഓരോ ക്രിസ്തീയ വിഭാഗങ്ങളും അല്ലെങ്കിൽ ക്രിസ്തു സഭകളും വളർന്ന് വന്നിരുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഒരു പ്രതിസംസ്കൃതി, നിലവിലുണ്ടായിരുന്ന സംസ്കാരങ്ങൾക്ക് വിരുദ്ധമായ മറ്റൊരു സംസ്കാരം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന രീതികൾക്ക് വിരുദ്ധമായ മറ്റൊരു രീതി അവലംബിക്കാനോ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനോ അപ്പോസ്തലനായ പൗലോസ് ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശുശ്രൂഷയെ കൂടുതലായി അങ്ങനെ ചെയ്യുന്നത് ബലപ്പെടുത്തും എന്നതുകൊണ്ട് തന്നെയാണ്. അന്ന് നിലനിന്നിരുന്ന ആ ഒരു സമൂഹത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് സഭാ ശുശ്രൂഷ നിർവഹിക്കുന്നത് വഴി ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി അല്ലെങ്കിൽ സാക്ഷ്യമുള്ള സമൂഹമായി സഭയെ വളർത്തുക എന്നുള്ള താല്പര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകിച്ച് ഈ ഒരു ലേഖനത്തിൽ അവലംബിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 4 തരത്തിലുള്ള ബന്ധങ്ങളെ ദൃഢമാക്കണം എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാകും. ഒന്നാമത്തെ ഒരു ബന്ധത്തിൻ്റെ ദൃഢപ്പെടുത്തൽ നടക്കേണ്ടത് ദൈവവും മനുഷ്യനും തമ്മിലാണ്. തിമോത്തിയോസിനോട് ഉപദേശിക്കുന്ന ഓരോ ഉപദേശങ്ങളും നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. നീ നിൻ്റെ ദൈവവുമായിട്ടുള്ള നിൻ്റെ ബന്ധം, നിൻ്റെ അടുപ്പം, നിൻ്റെ സ്നേഹം, നിൻ്റെ കൂട്ടായ്മ അത് ഓരോ സമയങ്ങളിലും നീ ശക്തമായി ബലപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഓരോ സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു പൗരസ്ത്യ ആധ്യാത്മികതയിൽ ആരാധന എന്ന് പറയുന്നത് സ്വർഗീയ ആരാധനയാണ്. സ്വർഗീയ ആരാധന പിതാക്കന്മാർ പറയുന്നത് വിശുദ്ധ ദേവാലയവും വിശുദ്ധ ദേവാലയത്തിലെ ആരാധനയും സ്വർഗവും ഭൂമിയും തമ്മിൽ വയ്ക്കുന്ന ഒരുമിച്ച് ചേരുന്ന ഇടം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് അവിടെ താഴെ നിന്ന് ആരാധിക്കുകയല്ല, അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ആരാധിക്കുന്ന ശുശ്രൂഷകരെല്ലാവരും വാസ്തവത്തിൽ ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും അധികം ദൃഢമാക്കി നിർത്തുന്നവരായിരിക്കണം എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് നീ നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി എപ്പോഴും നിലനിർത്തിക്കൊള്ളണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സഭയുമായിട്ടുള്ള നിൻ്റെ ബന്ധം, സഭ എന്ന് പറഞ്ഞാൽ അവിടെ ആരാധിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനുമാണ് സഭ എന്ന് വിളിക്കുന്നത്. ആ ഒരു സഭയുമായിട്ട് നിനക്ക് വ്യക്തിപരമായി, വ്യക്തികളായി, കുടുംബമായി ഉണ്ടായിരിക്കേണ്ട, നിലനിർത്തേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ വഴി, ഒരു ശുശ്രൂഷകൻ വഴി സംജാതമാകേണ്ട ഒരനുഭവമാണ് എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. മൂന്നാമത് പറയുന്നത് ബിറ്റ്വീൻ വേരിയസ് ഓർഡേഴ്സ് ഓഫ് ലൈഫ്, അതായത് സമൂഹത്തിൻ്റെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാനങ്ങളുമായും സാഹചര്യങ്ങളുമായും നിനക്കുണ്ടാകേണ്ട അടുപ്പവും ബന്ധവും. ഈ ഒരടുപ്പവും ബന്ധവും നീ സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് നീ നിന്നോട് തന്നെ കാണിക്കേണ്ടതായ ഒരു ആത്മാർത്ഥതയെക്കുറിച്ചാണ്. നമ്മൾ മദ്ബഹായിൽ നിൽക്കുമ്പോൾ ഞാൻ കുഞ്ഞിലെ മദ്ബഹായിൽ പ്രവേശിച്ച അവസരത്തിൽ ഒരനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി കുട്ടികളുണ്ട്.
ഇപ്പോൾ ഏറ്റവും മുതിർന്ന ആൾ അൻപുടയനെ ചെല്ലുമ്പോൾ മറയിടുന്ന അവസരത്തിൽ ഇങ്ങനെ പതുക്കനെ മാറ്റിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇത് കണ്ടു, ചെവിക്ക് അന്നേരം പിടിച്ച് 2 കറക്കി നിർത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊരു പാഠമായി. അത് കഴിഞ്ഞ് അച്ഛൻ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, പാടുന്നവരാണ്, പക്ഷേ ഈ ആരാധന എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെയുള്ള ഒരു സംസാരമായി നിങ്ങൾക്ക് എന്തേ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുകയുണ്ടായി. ഇത് നിങ്ങളുടെ ഒരു കുട്ടിയായിരുന്നു ഞാൻ, എനിക്കത് വളരെയധികം സ്വാധീനിച്ചു. ഇത് നിന്നോട് തന്നെ സംസാരിക്കുന്ന ഒന്നാണത്. അതായത് നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങാനല്ല, ദൈവം നമ്മിലേക്ക് വരുന്നു, ദൈവം നമ്മോട് സംവദിക്കുന്നു, നമ്മളോട് ഇടപെടുന്നു. ആ ഒരു നാമും നമ്മളുടെ ഇന്നർ സെൽഫും തമ്മിലുള്ളതായ, അകമേയുള്ള ആത്മാവും തമ്മിലുള്ളതായ, അകമേയുള്ള മനുഷ്യനും തമ്മിലുള്ളതായ ആ ഒരു ബന്ധം, അടുപ്പം ദൃഢമാക്കുന്ന അനുഭവം കൂടി വേണം എന്ന് തിമോത്തിയോസിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. തിമോത്തിയോസിനെ പ്രധാനമായിട്ടും ഉപദേശിക്കുന്ന ഒന്ന്, ദൈവവുമായിട്ടുള്ള ഒരു ഡിവൈൻ റെലം, അതിൽ നിനക്ക് വേണ്ടതായ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്, പരസ്പരമുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്, വിവിധ ഓർഡേഴ്സ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ, സംസ്കാരത്തിൻ്റെ സാഹചര്യങ്ങളിൽ നീ നിലനിർത്തേണ്ട ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു. നാലാമതായി, ഒരുവൻ അവനോട് തന്നെ കാണിക്കേണ്ട ആത്മാർത്ഥത, ഒരുവൻ അവനോട് തന്നെ കാണിക്കേണ്ടതായ ആ ഒരു സ്നേഹം, അത് നീ ബലപ്പെടുത്തണം എന്ന് ശരിക്കും ഈ ഒരു ലേഖനത്തിലൂടെ തിമോത്തിയോസിന് പൗലോസ് ഉപദേശിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള താല്പര്യം. ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം, 1 തിമോത്തിയോസ് 2-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു താല്പര്യം. ഈ ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് വെച്ചാൽ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം, ആരാധനയുടെ ലക്ഷ്യം, ശുശ്രൂഷയുടെ ലക്ഷ്യം ഇത് തന്നെയായിരിക്കണം. എന്താണ്? എല്ലാവരും രക്ഷിക്കപ്പെടണം. ഒരു ദിവസം ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന ആളുകൾ വെറും കൈയോടെ തിരിച്ചു പോകാൻ ഇടവരരുത്, സന്തോഷമില്ലാതെ തിരിച്ചു പോകാൻ ഇടവരരുത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ ഇറക്കി വെച്ച് അവർ വിമോചിതരായി തിരിച്ചു പോകാനായിട്ട് ഇടവരണം. അങ്ങനെ ഇടവരുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മളുടെ ആരാധന എന്ന് പറയുന്നത് ഒരു പ്രയോജനവും ചെയ്യാത്ത ഒന്നായിട്ട് മാറും. നിങ്ങളെ അച്ഛനുമായിട്ട് ഞാനിവിടെ സംസാരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഒരു ശുശ്രൂഷാ ജീവിതത്തിൽ അച്ഛൻ രമ്യമാക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളാണെന്ന് എന്നോട് പറഞ്ഞു. എന്ന് വച്ചാൽ പ്രശ്നങ്ങളുള്ള പള്ളികളിൽ പോവുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് അച്ഛൻ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുകയുണ്ടായി. വാസ്തവത്തിൽ ഓരോ ദിവസത്തെ ആരാധനയും ഇതുപോലെ അനുരഞ്ജനം നൽകുന്ന അനുഭവമാക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനമായ ഉത്തരവാദിത്വം വൈദികർക്കും ശുശ്രൂഷകർക്കും ഉണ്ട്. അതെങ്ങനെയാണ് ശുശ്രൂഷകർ ചെയ്യുന്നത്? ഈ പറയുന്ന മേഖലകളിലെല്ലാം ശുശ്രൂഷകർക്കും പ്രവർത്തിക്കാം എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഇതിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് പറയേണ്ടത്. രണ്ടാമതായിട്ട്, എല്ലാത്തിനെയും ഏകീകരിക്കുന്ന ഒന്നാണ് ക്രിസ്തു സംഭവവും ക്രിസ്ത്യാനിറ്റിയും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാറ്റിനെയും ഏകീകരിക്കുന്ന ഒന്നാണ്. നീ ആയിരിക്കുന്ന സഭ എന്ന് പറയുന്നത് നിൻ്റെ സഭയെ മാത്രം ഏകീകരിക്കുന്ന ഒന്നല്ല. ആ സഭ നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളെയും, സാംസ്കാരിക സാഹചര്യങ്ങളെയും ഏകീകരിക്കുന്ന, ഒന്നിച്ചാക്കുന്ന ജീവിതാനുഭവമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് വളരെ പ്രധാനമായിട്ടും അപ്പോസ്തലൻ തിമോത്തിയോസിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫാമിലി അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതക്രമങ്ങൾ ഇതെല്ലാം വളരെ ഗൗരവമായി എടുക്കുകയും അതെല്ലാം യൂണിഫൈ ചെയ്യുന്ന, ഒന്നാക്കി മാറ്റുന്ന ഒരു ജീവിത പ്രകൃതമാക്കി മാറ്റണം എന്ന് ഇവിടെ തിമോത്തിയോസിനെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇത് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും
നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷാ ജീവിതത്തിൽ നമുക്ക് പാഠമാകുന്ന അല്ലെങ്കിൽ പാഠമാകേണ്ട അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത് എന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, സഭയെ വിളിക്കുന്നത് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ ഭവനം എന്നാണ് സഭയെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണെന്ന് നമ്മൾ പറയും. അവിടെ ആരാധിക്കുന്നവരും ആരാണ്? ആരാണ് ആരാണ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ഇത് കഴിഞ്ഞ് എമ്മാണച്ചൻ ക്ലാസ് എടുക്കാനുണ്ട്. ഉറങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. ആരാധിക്കുന്ന ഇടം ദൈവത്തിൻ്റെ ഭവനമാണ്. അതുകൊണ്ട് ആരാധിക്കുന്നവരും ദൈവത്തിൻ്റെ ഭവനമാണ്. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഭവനം ആരാധിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റുന്ന ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ പാട്ട് പഠിപ്പിച്ചപ്പോൾ പല ട്യൂണിൽ പല ടെമ്പോയിൽ നമുക്ക് പാടാനായിട്ട് സാധിക്കും. പക്ഷെ പല ടെമ്പോയിൽ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ വളർന്നു വരികയില്ല, ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ അവർക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പാട്ട് പാടണമെന്ന് പറഞ്ഞത്. ശരിയായ നിലയിൽ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ദൈവഭവനമായി മാറാൻ തീർച്ചയായിട്ടും സാധിക്കും. ആ അനുഭവത്തിലേക്ക് നമുക്ക് വളർത്താനായിട്ട് സാധിക്കണം. ചില വിശുദ്ധ കുർബാനകളൊക്കെ സംബന്ധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മനോഹാരിതയല്ല, അതിൻ്റെ ട്യൂണൊന്നുമല്ല പ്രധാനമായിട്ടും. പിന്നെ മറ്റൊന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒരു ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുമ്പോൾ ഈ വെറുതെ ഇട്ട പേരായിരിക്കില്ല ഹൗസ് ഹോൾഡ് എന്നുള്ള പേക്ക്. ഭവനം എന്നുള്ള വാക്ക് ആണോ? ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഭവനം എന്നുള്ള വാക്ക് വെറുതെ ഇട്ടതായിരിക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുഭവിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? നമ്മുടെ വീട്ടിലല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുഭവിക്കുന്നത്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ ഇടപെടലുകളാണെങ്കിലും നമുക്ക് മതിയായ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരിടമാണ് അത്. ദൈവഭവനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാണ്? നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഹൗസ് ഹോൾഡ് എന്നുള്ള വാക്ക് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന താല്പര്യം ദൈവ ആരാധനയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഒരു സന്തോഷത്തിലേക്കുള്ള പ്രവേശനം എന്ന അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ദൈവഭവനം, അതുപോലെ തന്നെ ആരാധിക്കുന്നവർ ദൈവഭവനമായി മാറുന്ന, ആരാധിക്കുന്ന സമൂഹത്തെ ദൈവഭവനമാക്കി മാറ്റി തീർക്കുന്ന ആ ഒരു ദിവ്യമായ അനുഭവമാണ് നിങ്ങൾക്കും എനിക്കുമെല്ലാം പങ്കുവയ്ക്കാനുള്ളത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, സമസ്ത സൃഷ്ടിയുടെയും അതിൻ്റെ ഗുഡ്നെസ്, അതിൻ്റെ നല്ലതായ അനുഭവത്തെ അപ്ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ഒരു ലേഖന ഭാഗം എന്ന് പറയുന്നത് തീർത്തും ശരിയായിരിക്കുമെന്ന് കരുതുകയാണ്. എല്ലാത്തിനെയും വിശുദ്ധമായി കാണുന്ന, എല്ലാ ശുശ്രൂഷകളെയും വിശുദ്ധമായി കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇടപെടുന്ന ഏത് സാഹചര്യത്തെയും വിശുദ്ധമായി കാണുന്ന ഒരു ലേഖനമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ 3 പ്രധാനപ്പെട്ട താല്പര്യങ്ങളാണ് ഈ ഒരു ലേഖനം എഴുതുന്ന അവസരത്തിൽ അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ബന്ധം 4 പ്രധാന തലങ്ങളിലാണ്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ മൂന്നാമതായി വേരിയസ് ഓർഡേഴ്സ് ഓഫ് ലൈഫ്, വിവിധ സാഹചര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഓരോരുത്തരും അവനവനിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ബന്ധം. ഈ ഒരു ബന്ധങ്ങളെ ദൃഢമാക്കണമെന്നാണ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നത്. രണ്ടാമത്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നമ്മൾ പറയുകയുണ്ടായി. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്, ഇതാണ് അതിൻ്റെ ഒരു താല്പര്യം. രണ്ടാമത് പറഞ്ഞത് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ദൈവഭവനം ദൈവത്തിൻ്റെ ഭവനമാണ്. അവിടെ ആരാധിക്കുന്നവരും ദൈവഭവനമായി മാറണമെന്നാണ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്.
മൂന്നാമതായി കാണുന്നത് സമസ്ത സൃഷ്ടിയെയും വിശുദ്ധമായി കാണാനുള്ളതായ ഒരു വലിയ പാഠവും പഠിപ്പിക്കലും അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ 3 പ്രധാന താല്പര്യങ്ങളാണ് പ്രധാനമായിട്ടും 1 തീമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ ഈ ലേഖനത്തിൽ പ്രധാനമായിട്ടും വിശുദ്ധ പൗലോസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്കതിൻ്റെ ആദിയോടന്തം ഒന്ന് വായിക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും. ഇത് അല്ലാതെയും വേറെ താല്പര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാനൊന്ന് ഒരു പാഠം എന്നുള്ള നിലയിൽ ചുരുക്കമായി ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന വേദഭാഗം ഏതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണത്? 4-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക. ആരും നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഇതാണ്, നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അപ്പോൾ വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ തീമോത്തിയോസിന് നൽകുന്നതായ ഉപദേശം. ഇതാണ് ഈ ലേഖനം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ പ്രധാനമായും 2 പ്രധാന ശുശ്രൂഷ മേഖലകളെക്കുറിച്ച് മാത്രമാണ് ഈ ലേഖനം പ്രതിപാദിക്കുന്നത്. ഒന്ന് എപ്പിസ്കോപ്പ അല്ലെങ്കിൽ ബിഷപ്പ്, 2 ശമാശൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ളതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം എം ഒ ജോണച്ചിൻ്റെ ഒരു ക്ലാസ് കേൾക്കാനായിട്ടിടയായി. എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കണം ഇവിടുത്തെയും പ്രധാന കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. പണ്ട് ഈ ബിഷപ്പ് എന്നുള്ള വാക്ക് മൂപ്പൻ എന്നുള്ള വാക്കുമായി ഇൻ്റർചേഞ്ചബിളായിട്ട് പരസ്പര ബന്ധത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദിമ സഭയിൽ. അതായത് ബിഷപ്പ് എന്നുള്ള വാക്ക് വൈദികൻ എന്നുള്ള വാക്കിനോട് ചേർത്ത് പറഞ്ഞിരുന്നു. വൈദികൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് ബിഷപ്പ് എന്നുള്ള നിലയിലും പരിഗണിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതിന് ശേഷം ഒരു വിശദമായ ചർച്ചയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്, പുതിയ നിയമ പണ്ഡിതനാണ് അഭിയുന്ന തിരുമേനി. ഈ തിരുമേനിയോടും ബഹുമാനപ്പെട്ട അച്ഛനോടും ഒക്കെ ചോദിച്ചാൽ ഇതിൽ കൂടുതൽ അടുത്ത് എന്നെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നായാലും ഇത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തായാലും വീട്ടിൽ പോയി ഇത് വായിക്കണം. ഇത് ഇപ്പം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴും, പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും, വാക്കുകളെക്കുറിച്ച് പറയുമ്പോഴും എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? നീ മാതൃകയായിരിക്കണമെന്നാണ് ഏറ്റവും അവസാനം പറയുന്നത്. നീ ഇത്രയും കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കണം? ഒരു മാതൃകയായിരിക്കണം, ഒരു മോഡൽ ആയിരിക്കണമെന്നാണ്. ആർക്കാണ് മോഡലായിരിക്കേണ്ടത്? വിശ്വാസികൾക്ക് ഒരു മോഡൽ ആയിരിക്കണം. ഒരു മോഡൽ ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള, നമ്മൾ മനഃപൂർവ്വം ഞാനെന്നാന്ന് മോഡലായേക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനത്തെ മോഡലായി മാറും? നമ്മളിപ്പോൾ കാണുന്നില്ലേ മോഡലുകൾ? അതായത് ഈ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരും അതുപോലെ ടി വിയിൽ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരും ഒക്കെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മോഡൽസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും മോഡൽ എന്ന് വിളിക്കാറുണ്ടോ? എന്നാൽ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളെ മോഡൽ എന്ന് വിളിക്കണമെന്നാണ്. നിങ്ങൾ തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയണം, ആ പോണവനൊരു മോഡലാണ് എന്ന് പറയണം. ഏത് പരസ്യത്തിലെ മോഡലൊന്നുമല്ല, അല്ലെങ്കിൽ സിനിമ സ്റ്റൈലിലെ മോഡലൊന്നുമല്ല. ഈ വിശ്വാസ ജീവിതത്തിൽ ഒരു മോഡലായിരിക്കണം എന്നാണ് ഇവിടെ തീമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ മോഡലായിരിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം നമ്മൾ ഹൃദയപൂർവ്വം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അല്ലേ? ഇല്ലെങ്കിൽ നടക്കുമോ? നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്നുണ്ട്.
ഇന്ന് ആളുകൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് മോഡലില്ലാത്തൊരു ലോകമാണ് ഇത് എന്നാണ്. യാതൊരു മോഡലുകളുമില്ല, യാതൊരു മോഡലുകളും അവശേഷിക്കാത്ത, അല്ലെങ്കിൽ പുതിയ മോഡലുകളെ കൊണ്ടുവരാത്ത ഒരു ലോകത്തെക്കുറിച്ച്, ലോകക്രമത്തെക്കുറിച്ചാണ് ഇന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അത് വാസ്തവത്തിൽ വളരെ ശരിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന മോഡലുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരുങ്ങിക്കെട്ടി വരുന്ന ആളുകൾ മാത്രം മോഡലുകളായി അവശേഷിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മോഡലാവാൻ സാധിക്കുന്നില്ല. നമ്മൾ മോഡലാണ് അല്ലെങ്കിൽ മോഡലാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ മോഡലല്ല എന്ന് ചിന്തിക്കേണ്ടതും കാണേണ്ടിയും വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിന്ന് പലപ്പോഴും ജീവിക്കേണ്ടി വരുന്നത്. പണ്ട് കാലങ്ങളിൽ എത്രയെത്രയോ മോഡലുകളാണ് ജീവിതങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. രാഷ്ട്രീയത്തിൽ മോഡലുകളുണ്ടായിരുന്നു, മതത്തിൽ മോഡലുകളുണ്ടായിരുന്നു, സഭയിൽ ഒത്തിരി മോഡലുകളുണ്ടായിരുന്നു. ഈ മോഡലുകളൊക്കെ ഇന്ന് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, തിമോഥെയോസിനോട് പറയുകയാണ്, നീ മോഡലായിരിക്കണം. ഏതിലൊക്കെ മോഡലായിരിക്കണം? വിശുദ്ധിയിൽ മോഡലായിരിക്കണം, പെരുമാറ്റത്തിൽ മോഡലായിരിക്കണം, സ്നേഹത്തിൽ മോഡലായിരിക്കണം, വിശ്വാസത്തിൽ മോഡലായിരിക്കണം, വാക്കിൽ നീ മോഡലായിരിക്കണം, നിന്റെ സംസാരത്തിൽ നീ മോഡലായിരിക്കണം എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിട്ട് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഒന്നാമത്തത് വാക്കിലും പെരുമാറ്റത്തിലും, രണ്ടാമത്തെ ഭാഗം വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും. നമുക്കൊന്ന് തിരിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. വാക്കും പെരുമാറ്റവും വളരെ എക്സ്റ്റേണലായിട്ട് പുറമേ സംഭവിക്കേണ്ട ചില സംഗതികളാണ് വാക്കും പെരുമാറ്റവും. എന്നാൽ നമ്മൾ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. വാക്ക് ഒന്ന്, പെരുമാറ്റം വേറൊന്ന്, പെരുമാറ്റം ഒന്ന്, വാക്ക് വേറൊന്ന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോ എക്സിസ്റ്റൻസ്, ഒരുമിച്ച് ചേർന്ന് വരുന്ന, ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു ജീവിതാനുഭവമാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. അവരതിലെ പൊക്കോട്ടേന്നേ, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ശ്രദ്ധിക്കുക. രണ്ടാമത് വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും. ഇതിൻ്റെ ആദ്യ ഭാഗം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത് വളരെ കൃത്യമായിട്ട് ഓരോന്ന് എടുത്ത് പറയുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ് ഒരാളുടെ വാക്കും പെരുമാറ്റവും. അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഒരാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്, എങ്ങനെയാണ് ഒരാൾ പെരുമാറുന്നത്, മറ്റുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വ്യക്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇൻ്റർവ്യൂകളൊക്കെ പോയിട്ടുള്ള ആളുകൾ ആണ് നിങ്ങൾ എന്നെനിക്കറിയാം. ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മൾ എന്തെല്ലാം ജസ്റ്റേഴ്സാണ്, ബോഡി മൂവ്മെൻറ്റ്സാണ് നമ്മൾ നടത്തുന്നത്, നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളെ കണ്ണുകൾ സംസാരിക്കുമ്പോൾ എവിടെയാണ്, നമ്മളെ കൈകൾ എവിടെയാണ്, നമ്മളെങ്ങനെയാണ് നടക്കുന്നത്, നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ ഓരോന്നിനും ഇന്ന് ഭയങ്കരമായ അർത്ഥമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇതിന് വളരെ കാര്യമായ അർത്ഥമുണ്ട്. നിങ്ങൾ മദ്ബഹായിൽ കയറി നിന്ന് അവിടെ ഭിത്തിയിൽ ചാരി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് അച്ഛൻ എന്ത് പറയും, താഴെ നിൽക്കുന്ന ആളുകൾ എന്ത് പറയും? എൻ്റെ അച്ഛൻ, അവൻ്റെ കാലിന് നല്ല സുഖമില്ല, അതുകൊണ്ട് അവനെ ആ കുപ്പായ ഊരിച്ച് താഴെ ഇറക്കി നിർത്തിയാൽ മതി എന്ന് പറയും, ഇല്ലേ? ചിലപ്പോൾ നിങ്ങൾ കാലിന് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും ചാരി നിന്നത്, പക്ഷെ ചാരി നിൽക്കാൻ നിങ്ങൾക്ക് അവിടെ അവകാശമില്ല. അത് നിങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിച്ച ഒരു പാളിച്ചയാണ്. ചാരി നിൽക്കേണ്ടവൻ എന്ത് ചെയ്യണം? കുപ്പായ ഒരു താഴെ ഇറങ്ങി എവിടെയെങ്കിലും മര്യാദയായിട്ട് സ്വസ്ഥമായിട്ട് മാറിയിരിക്കണം. ശരിയല്ലേ? മദ്ബഹായ്ക്കകത്ത് കയറിയെന്ന് സംസാരിക്കുന്ന ആളുകളില്ലേ, സഭാ ശുശ്രൂഷകർ അല്ലെങ്കിൽ ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ പല വീടുകളിൽ അച്ഛന്മാരുടെ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ ചെന്ന് അച്ഛൻ സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായിരിക്കും അവരെക്കുറിച്ച് മറ്റുള്ളവരുടെ പ്രതികരണം ശുശ്രൂഷകരുടെ ഒരു ജീവിതത്തിൽ? അപ്പോൾ ഞാനത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ വാക്കും നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സംസാരവും നമ്മളുടെ ജസ്റ്റേഴ്സും നമ്മളുടെ മൂവ്മെൻറ്റ്സും നമ്മുടെ ഐ മൂവ്മെൻറ്റ്സും എല്ലാം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, കാര്യമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഇതിനു മുമ്പ് പറയുന്നുണ്ട്, നിൻ്റെ യുവത്വം, നീ പയ്യനാണെന്ന് എനിക്കറിയാം,
എന്നാൽ അതാരും തുച്ഛീകരിക്കാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് ആണ് നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത്. നിൻ്റെ വാക്കും നിൻ്റെ പ്രവൃത്തിയും അല്ലെങ്കിൽ നിൻ്റെ നടപടികളും വിശുദ്ധമായി മാതൃകയായി സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷാ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവമായി മാറണമെന്നാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. മറ്റുള്ളവരിലേക്ക് നമ്മൾ സമ്മതിക്കപ്പെടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഇത് രണ്ടും വഴിയാണ്. മറ്റുള്ളവർ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ വാക്കും നമ്മുടെ പെരുമാറ്റവും വഴി തന്നെയാണ്. നന്നായിട്ട് പെരുമാറിയാൽ പറയും, കൊള്ളാം, അവൻ നല്ലൊരു കുട്ടിയാണ്. നന്നായിട്ട് സംസാരിച്ചാൽ പറയും, അവൻ നന്നായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. കർത്താവിനെ പിടിക്കാനായിട്ട് മഹാപുരോഹിതന്മാർ ചേവകരെ വിടുന്നുണ്ട്. ചേവകർ അവിടെ പോയി നിന്ന് തിരിച്ചിങ്ങ് പോന്നു. മഹാപുരോഹിതന്മാർ ചോദിച്ചു, എന്തേ അവനെ പിടിക്കാണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മറുപടി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ മറുപടി? എന്താണ് പറയുക? അതൊന്നുമല്ല, കൃത്യമായിട്ട് പറയണം. എന്താണ് മറുപടി പറയുന്നത്? അവൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെയും വേറെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്നാ പറ്റി? പിടിക്കാൻ പറ്റിയില്ല, തിരിച്ചു വന്നു. അപ്പോൾ കർത്താവ് എങ്ങനെ സംസാരിച്ചേ? വളരെ മനോഹരമായി, അതുവരെയും സംസാരിക്കാതെ അത്ര ചന്തമായി, ആരെയും ആകർഷിക്കുന്ന തരത്തിൽ സംസാരിച്ച ഒരാളായിരുന്നു നസ്രായനായ യേശു. അതുകൊണ്ടാണ് പിടിക്കാണ്ട് തിരിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ മനോഹരമായും ചന്തമായും സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരുടെയും മദ്ബഹാ ശുശ്രൂഷകരാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കണം, നന്നായിട്ട് പെരുമാറാനായിട്ട് സാധിക്കേണ്ടതാണ്. രണ്ടാമത്, നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് എത്രമാത്രം നമ്മിൽ ഇൻബിൽറ്റായിട്ട് ഉള്ളിൽ തന്നെ പണിതിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ബഹിർസ്ഫുരണമാണ് നമ്മുടെ വാക്കും നമ്മളുടെ പെരുമാറ്റവും. നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആയിക്കോട്ടെ, എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെ. അത് ശരിയാണെങ്കിൽ എവിടെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേറൊരു മറുവശം കൂടിയുണ്ട്. ചില ആളുകളുണ്ട്, മനോഹരമായി സംസാരിക്കും, മനോഹരമായി പെരുമാറും, എന്നാൽ അവർ നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകളെ ആയിരിക്കില്ല, തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായിരിക്കും. അതിനാണ് അടുത്ത ഭാഗം നമ്മളോട് അപ്പോസ്തലൻ പറയുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലനും അറിയാമായിരുന്നു, അതുകൊണ്ട് വേറെ കാര്യങ്ങളും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വരാം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഒരു വാക്കിലും പെരുമാറ്റത്തിലും എന്നുള്ള ഭാഗം അവസാനിപ്പിക്കാം. പരസ്പരം ബഹുമാനം പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കുന്നതും ഇതുവഴിയാണ്. വാക്കിലും പെരുമാറ്റത്തിലും നീ നന്നായിട്ട് ഇടപെടുകയും സംസാരിക്കുകയോ പ്രവർത്തിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ നീ പരസ്പര ബഹുമാനം ജീവിതത്തിൽ പുലർത്തുന്നവനാണ്. ഈ ഒരു പരസ്പര ബഹുമാനം പുലർത്തുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടുന്നത് ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത്, നമ്മുടെ വാക്കും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ്. നാം മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ മുഖാന്തരങ്ങളാണ്. നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് തെളിവാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പരസ്പര ബഹുമാനം പുലർത്തുന്നുണ്ടോ എന്നുള്ളതും നിർണ്ണയിക്കപ്പെടുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ 4 പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ടിടയായത്. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇത്രയൊക്കെ ആണെങ്കിലും, ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ടെങ്കിലും, നമ്മൾ പല വാക്കുകളൊക്കെ അതിന് പറയും, എനിക്കിവിടെ പറയാനായിട്ട് കൊള്ളൂല. നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യാതൊരു ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നീ വിശുദ്ധനായിരിക്കണം, നീ വിശ്വാസിയായിരിക്കണം, നീ സ്നേഹിതനായിരിക്കണം. ഞാൻ അന്നവിടെ തിരുത്തി വായിക്കുകയാണ്. വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഇങ്ങോട്ട് ചേർത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആരോട്? തീമോത്തിയോസിനോട്. അപ്പോൾ നമുക്കത് തിരുത്തി വായിക്കാം. നീ വിശുദ്ധനായിരിക്കണം, നീ വിശ്വാസിയായിരിക്കണം, നീ സ്നേഹിതനായിരിക്കണം.
അങ്ങനെ വായിക്കുന്നതല്ലേ നല്ലത്? നമുക്കങ്ങനെ സ്വാതന്ത്ര്യത്തിലൊന്ന് വായിച്ചു നോക്കാം. നീ വിശുദ്ധനായിരിക്കണം, നീ വിശ്വാസിയായിരിക്കണം, നീ സ്നേഹിതനായിരിക്കണം. നല്ല സ്നേഹിതന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും കുറുക്കു വഴികൾ അവലംബിക്കാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ളവരെ ചവിട്ടാൻ ആർക്കും സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കുകയില്ല. നല്ല സ്നേഹിതന് ആർക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ 3 ദൈവിക ഗുണങ്ങളാണ്. ദൈവത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഒരാൾക്ക് വിശ്വാസിയായിരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ തന്നെ നടത്തുന്ന ഒരു സാധന കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് വിശ്വാസിയാകാൻ സാധിക്കുകയില്ല. വിശ്വാസിയാകാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണമെന്ന് അപ്പോസ്തലൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയിലാണ് ഒരാളുടെ വിശ്വാസം വളരുന്നതും വികസിക്കുന്നതും പൂത്ത് ഉലയുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, ഒരാൾക്ക് വിശ്വാസ ജീവിതത്തിൽ വളരണമെന്ന് പറയുന്നത് ഒരു ദൈവിക ഗുണമായി മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദൈവിക ഗുണം, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ദൈവിക ഗുണം നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാൻ സാധിക്കും എന്ന് കൂടെ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മളെന്ന് പറയുന്നു. അപ്പോൾ വിശുദ്ധിയെ ഏതെല്ലാം നിലകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പേഴ്സണൽ പൈറ്റി എന്ന് പറയുന്നത് വ്യക്തിപരമായ വിശുദ്ധി, ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മൾ സൂക്ഷിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മറ്റു പലരോടും അക്കൗണ്ടബിളാണ്. ഞാൻ വിശുദ്ധനാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വിശുദ്ധിയെ മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതും കൂടെ ഉള്ളതാണ്. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതും കൂടെയാണ്. പരിശുദ്ധനായ പരുമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിരിക്കുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനി സഭയുടെ മഹാപരിശുദ്ധനാണ്, അല്ലേ? പരിശുദ്ധനാണ്. അദ്ദേഹം വിശുദ്ധനാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല തിരിച്ചറിവ്. കാരണം ഒരു വിശ്വാസി എന്ന് പറയുന്നതിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്ക് തന്നെയാണ്. വിശുദ്ധിയിലേക്കുള്ള പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ പരുമല തിരുമേനിയുടെ വിശുദ്ധിയെ നാം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് ആരാണ് തിരിച്ചറിഞ്ഞത്? കമ്മ്യൂണിറ്റി, ഒരു സമൂഹം മുഴുവനും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന്, നാം ദൈവഭവനമാകുമ്പോൾ നാം നമ്മുടെ വിശുദ്ധിയെ തിരിച്ചറിയുന്നു. നാം ദൈവാലയത്തിലായിരിക്കുമ്പോൾ ദൈവാലയത്തിൽ ആരാധിക്കുന്ന സമൂഹത്തോട് കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധിയെ നമ്മിൽ ഓരോരുത്തരും നാം തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവാരാധന നടക്കുന്ന മഹാപരിശുദ്ധ സ്ഥലമായ സ്ഥലത്തും നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ തിരിച്ചറിയുന്നു. അപ്പോൾ ദൈവിക വിശുദ്ധിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ലിങ്കായിട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന അനുഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ഇല്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ വിശുദ്ധരാണെന്ന് പറയാൻ സാധിക്കുമോ? പറയാൻ പറ്റുമോ? ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ വെറുതെ സ്നേഹം പോരാ, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് വിശുദ്ധനാണെന്ന് പറയാനായിട്ട് സാധിക്കുക? ദൈവസ്നേഹം ഉള്ളിലില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് വിശ്വാസിയാണെന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ സ്നേഹം പരസ്പരമായി ഇതിനെ ഓരോന്നിനെയും ലിങ്ക് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. എന്തിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വിശ്വാസത്തെയും വിശുദ്ധിയെയും നമ്മിൽ തന്നെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നമുക്ക് സമർപ്പിതരാകണമെങ്കിൽ, സമ്പൂർണ്ണമായി സമർപ്പിതരാകണമെങ്കിൽ, അതുവഴി ക്രിസ്തുയേശുവിൽ വളരണമെങ്കിൽ, അവൻ്റെ ശുശ്രൂഷയിൽ സജീവമായി പങ്കാളികളാകണമെങ്കിൽ, ഒരു ദൈവിക സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ, വളരാൻ സാധിക്കണം. അതുവഴി നമ്മൾ വിശുദ്ധരും വിശ്വാസികളായി മാറും എന്നാണ് അപ്പോസ്തലൻ തീമോഥെയോസിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 അനുഭവങ്ങളും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ശുശ്രൂഷാ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനം
അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഏത് പട്ടികയിലാണ് പെടുന്നത് എന്നാണ് ആദ്യമേ പറഞ്ഞത്. രണ്ടാമത്, ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കവും താല്പര്യവും എന്താണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. മൂന്നാമത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ പ്രധാന ചിന്താവിഷയത്തിലെ താല്പര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഏറ്റവും അവസാനമായി, വാക്കിലും പെരുമാറ്റത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, പരസ്പര ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിശ്വാസ ജീവിതത്തിലുള്ള നമ്മുടെ വളർച്ച വഴിയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുടെ ഒരു ദേവാലയ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുബലിയിലുള്ള അല്ലെങ്കിൽ തിരുബലിയുടെ ആ ഒരു വലിയ ആഘോഷത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ബഹുലമാണ്, വളരെ വലുതാണ്. മദ്ബഹായുടെ ഉള്ളിൽ ശുശ്രൂഷിക്കുക മാത്രമല്ല, മദ്ബഹായ്ക്ക് പുറത്തും ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. നിങ്ങൾക്ക് വാക്കിലും പെരുമാറ്റത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എന്താണ് പറയുന്നത് പട്ടക്കാരൻ അവസാനം? നിങ്ങൾ സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളി കഴിഞ്ഞ് തിരിച്ചു പോയി എന്നുള്ളതാണ് അർത്ഥമാണ്. ഗോ ഫോർത്ത് ഇൻ പീസ്, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? നമ്മുടെ ഒരു വിശ്വാസത്തിലും ആധ്യാത്മികതയിലും നമ്മളെല്ലാവരും പള്ളിക്ക് പുറത്തിറങ്ങുന്നത് കർത്താവിൻ്റെ ഒരു ശരീരമായിട്ടാണ്. കാരണം നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ പങ്കാളികളുമാണ്. അതുകൊണ്ട് കർത്താവിന് ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് സഭ എങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നതും കർത്താവിൻ്റെ ഒരു ഉയർത്തെഴുന്നേറ്റ ശരീരമായിട്ടാണ്, ഒന്നായിട്ടാണ്, ജസ്റ്റ് സിംഗിൾ വൺ. അപ്പോൾ ലോകത്തിലുള്ള നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് കൊടുക്കേണ്ട സാക്ഷ്യം എന്ന് പറയുന്നത്, പറയേണ്ട സാക്ഷ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എന്താണ്? ലോകത്തെ മുഴുവനും ഒന്നാക്കി മാറ്റുന്ന വൺനെസ്, ഏകത്വത്തിലേക്ക് നയിക്കുന്ന ആ ഒരു സമ്പൂർണ്ണ, ആ ഒരു സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് സമൂഹത്തെ മുഴുവൻ വിളിച്ചു ചേർക്കുന്ന അനുഭവമാണ് നമുക്കുള്ളത്. പട്ടക്കാരനോട് കൂടെ ശുശ്രൂഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഒരച്ഛനും ഒരു തിരുമേനിയും ഒരു മെത്രാച്ചനും എങ്ങനെ സഭയ്ക്ക് മാതൃകയായിരിക്കണമോ അങ്ങനെ തന്നെ മാതൃകയായിരിക്കണമെന്നുള്ള വിളിയാണ് നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കും അങ്ങനെ ഒരു വിളി തന്നെയാണ്, കോളിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഷമ്മാശന്മാരായിട്ട് തന്നെയാണ്, ഡീക്കൻസ് ആയിട്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആ വിളിയെ കരുതാൻ, വിളിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.